أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർക്കാവും സംരക്ഷകനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിതം നയിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ദിനത്തിലാണ് നാം ഉള്ളത്. തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന എല്ലാ പാർട്ടികളും ജയിക്കാനും ജയിപ്പിക്കാനുമുള്ള പരിശ്രമത്തിലാണ്, നെട്ടോട്ടത്തിലാണ്. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നവരും വിശ്വാസി സമൂഹത്തോട് കരുണയും കരുതലുമുള്ള ഒരു ഭരണകൂടത്തെ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. വിശ്വാസി സമൂഹം നടത്തേണ്ട ഒരു പ്രാർത്ഥന ഈ സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അല്ലാഹുമ്മ ലാ തുസല്ലിതു അലൈനാ മൻ ലാ യർഹമുന. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത, മനുഷ്യ സമൂഹത്തോട് കാരുണ്യം കാണിക്കാത്ത ഒരു അധികാരി വർഗത്തെ ഞങ്ങൾക്ക് നീ അടിച്ചേൽപ്പിക്കരുത് റഹ്മാനെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രാർത്ഥനയാണ്. ഈ സാഹചര്യത്തിൽ വിശ്വാസികളുടെ മനോമുഖരത്തിൽ നിന്നും ഉയരേണ്ട പ്രാർത്ഥനയും അതുതന്നെയാണ്. സഹോദരങ്ങളെ, ഇലക്ഷൻ കഴിഞ്ഞാൽ റിസൾട്ടിന് വേണ്ടി ദിവസങ്ങളോളമുള്ള കാത്തിരിപ്പിലാണ് നാം ഓരോരുത്തരും. ആരായിരിക്കും ജയിക്കുക എന്ന കാര്യത്തിൽ ചൂടേറിയ ചർച്ചകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ ഒരു തെരഞ്ഞെടുപ്പ് വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ചൂടേറിയ തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടയിൽ നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന വിചാരണയും ഫലപ്രഖ്യാപനവും നാം മറന്നു പോകരുത് എന്നാണ് ഇന്നത്തെ ദിവസം ജുമുഅയുടെ ഖുതുബ സന്ദേശമായി എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അവിടെ സഹോദരങ്ങളെ, നാം എല്ലാം ഓരോരുത്തരുമായിരിക്കും സ്ഥാനാർത്ഥികളായിട്ടുണ്ടാവുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആയിലയുടെ 16-17 ആയത്തുകളിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ. എന്നാൽ പരലോക ജീവിതമാണ് ഏറ്റവും ഉത്തമമായ, ഏറ്റവും ശ്രേഷ്ഠകരമായ, ഏറ്റവും നിലനിൽക്കുന്നതായ ഭവനം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. ഇന്ന് മനുഷ്യരിൽ ചിലർ ഇഹലോകം മാത്രം മതി എന്ന് കരുതി ജീവിക്കുന്നവരുണ്ട്. മറ്റു ചിലരാകട്ടെ പരലോക ജീവിതം മാത്രം മതി എന്ന് കരുതിക്കൊണ്ട് ഇബാദത്തിലായി ചുരുണ്ടുകൂടി കഴിഞ്ഞുകൂടുന്ന സമൂഹത്തെയും നമുക്ക് കാണാൻ കഴിയും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. മാറി മാറി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നിരവധി രോഗങ്ങൾ നൽകപ്പെട്ട, ഒരുപാട് ദുഃഖങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കടന്നു വന്ന ഒരു സ്വഹാബിയുടെ മുന്നിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രയാസം കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അല്ല സഹോദര, നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? ഇത്രമാത്രം പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തേ പ്രാർത്ഥിക്കാറില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നബിയെ,
ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നയാളാണ്. എൻ്റെ അവസ്ഥ കണ്ടില്ല റസൂലേ. ഇത്രമാത്രം പ്രയാസം അനുഭവിക്കുന്ന, ഇത്രമാത്രം പരീക്ഷണം നേരിടുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കും റസൂലേ എന്ന് ആ സ്വഹാബി പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കാറുള്ളത്? പടച്ച റബ്ബിനോട് എന്താണ് നിങ്ങൾ ചോദിക്കാറുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോഴും നടത്തുന്ന ഒരു പ്രാർത്ഥന, ഈ ലോകത്ത് എന്തെല്ലാം പരീക്ഷണങ്ങൾ തന്നാലും, ഏതെല്ലാം പ്രതിസന്ധികൾ കൊണ്ട് എന്നെ പിടിച്ചു മുറുക്കിയാലും, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ എനിക്ക് അത് ഏൽക്കേണ്ടി വന്നാലും, പടച്ച റബ്ബേ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. നീ തരുന്ന പരീക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഞാൻ സ്വീകരിക്കാൻ ഒരുക്കമാണ്. പക്ഷേ പരലോകത്ത് എനിക്ക് നീ സ്വർഗം തന്നാൽ മതി റബ്ബേ എന്ന് ഞാൻ എപ്പോഴും പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്ന് ആ സ്വഹാബി പറയുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, നിന്റെ പ്രാർത്ഥന അങ്ങനെയാകാൻ പാടില്ല. ആ പ്രാർത്ഥന ആ രൂപത്തിലല്ല നടത്തേണ്ടത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്. ഇഹലോകത്ത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു പ്രയാസം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചാൽ പരലോകം പോലും നഷ്ടപ്പെട്ടു പോകാൻ ആ പ്രയാസം കൊണ്ട് കാരണമായി തീരും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ സ്വഹാബിയുടെ സമക്ഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ്. നിങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പരലോകത്ത് രക്ഷപ്പെട്ടാൽ മതി എന്ന ഒരു പ്രാർത്ഥനയല്ല ഒരു വിശ്വാസിയിൽ നിന്നും വരേണ്ടത്. മറിച്ച് പ്രാർത്ഥിക്കണം, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ആതിന ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നല്ലതിനെ തരണം. വഫിൽ ആഖിറതി ഹസനതൻ, അതേ പരലോകത്തും നന്മയെ തരണം, നല്ലതിനെ തരണം. വഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാക്കണം റബ്ബേ എന്ന ആ പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ചുണ്ടിൽ നിന്നും നിർഗളിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 201-ാമത്തെ ആയത്തിലൂടെ പടച്ച റബ്ബ് ഈ പ്രാർത്ഥന വിശ്വാസി സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിനം പ്രതി ആവർത്തിച്ചു നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സഹോദരങ്ങളെ, ഈ ഹദീസ് ഉദ്ധരിച്ച മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്, ആ സ്വഹാബി തുടർന്നുള്ള ജീവിതത്തിൽ ആവർത്തിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ പ്രാർത്ഥന. അല്ലാഹുവേ, ദുനിയാവും തരണം, ആഖിറവും തരണം, നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാക്കണം എന്ന പ്രാർത്ഥന ആവർത്തിക്കാൻ തുടങ്ങി. നാളുകൾക്കകം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടിനെ, അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്ന പരീക്ഷണത്തെ അള്ളാഹു മാറ്റിക്കൊടുത്തു എന്ന് മഹാരഥന്മാരായ സ്വഹാബത്ത് ഉദ്ധരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ, ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ ചില ഫളായിലുകൾ, ഈ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതകൾ ധാരാളം വിവരിക്കുന്നത് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നാണ് മഹാരഥന്മാരായ മുഹദ്ദിസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താണ് സഹോദരങ്ങളെ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഇഹലോകത്ത് നല്ലത് വരണം. ഈ ഭൂമി ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ട് ജീവിക്കണം. അതുപോലെ പരലോകത്ത് വിജയം വരണം, നരക ശിക്ഷയിൽ നിന്നും കാക്കണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ഞങ്ങളുടെ രക്ഷിതാവേ, ഈ ലോകത്ത് ഞങ്ങൾക്ക് നീ നല്ലതിനെ തരണം. ഈ ലോകത്ത് നല്ലൊരു കുടുംബം തരണം, നല്ലൊരു വീട് തരണം, നല്ല വാഹനം തരണം. ഈ ഭൗതിക ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തെല്ലാം നല്ലതായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടോ അത് മുഴുവനും എനിക്ക് നീ തരണേ റബ്ബേ എന്ന് ഒരു വിശ്വാസി ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം അവൻ പറയുകയാണ് വഫിൽ ആഖിറതി ഹസന, അതേ ഈ ലോകത്ത് നല്ലതിനെ തരുമ്പോൾ നാളെ പരലോകം വിസ്മരിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. അവിടെ എനിക്ക് രക്ഷപ്പെടണം, അവിടെ എനിക്ക് വിജയം വരിക്കണം. അതുകൊണ്ട് പരലോകവും എനിക്ക് നല്ലതിനെ തരണം റബ്ബേ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാക്കണം റബ്ബേ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു.
ഇത് മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തിന്റെ പ്രാർത്ഥനയാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ലക്ഷ്യം ഈ ലോകത്ത് താൻ ജീവിക്കുമ്പോൾ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഖസസ് അതിന്റെ 77-ാമത്തെ വചനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രാർത്ഥനയുടെ ഉൾക്കാമ്പ് ഒന്നുകൂടി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വബ്തഗി ഫീമാ ആതക അദ്ദുനിയ അദ്ദാറുൽ ആഖിറ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, അല്ലാഹു നിനക്ക് നൽകിയ പാരത്രിക ഭവനത്തെ നീ ആഗ്രഹിക്കണം കേട്ടോ. വബ്തഗി ഫീമാ ആതാകല്ലാ. അല്ലാഹു നിനക്ക് നൽകിയ ആ പാരത്രിക ജീവിതമുണ്ടല്ലോ അതിനെ നീ ആഗ്രഹിക്കണം. വലാ തൻസ നസീബക മിനദ് ദുനിയ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ദുനിയാവിൽ അല്ലാഹു നിനക്ക് നൽകുന്ന അവകാശം ഒരിക്കലും നീ മറന്നു പോകുകയും ചെയ്യരുത്, അതിനെയും നീ ആഗ്രഹിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. ഒരു വിശ്വാസി എന്ന് പറയുന്നത് എനിക്ക് പരലോകം മാത്രം മതി എന്ന ഒരു വിശ്വാസമല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ദുനിയാവിനെ നീ ആഗ്രഹിക്കുന്നതിനോടൊപ്പം പരലോകത്തെ നീ മറന്നു പോകരുത്. ദുനിയാവിനെ നീ ഇഷ്ടപ്പെടുമ്പോൾ പരലോകത്തെ മറന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, പലരും ദുനിയാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തും, പക്ഷേ പരലോകത്തിൻ്റെ കാര്യം മറന്നുപോകും. ചിലരാകട്ടെ പരലോകത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കും, എന്നാൽ ദുന്യവിയായ കാര്യത്തിൽ അവൻ മറന്നു പോകുന്നു, ദുന്യാവുമായിട്ട് അവൻ അകന്നു കഴിയുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസി സമൂഹം പുലർത്തേണ്ട ഒരു സന്ദേശം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ നോക്കുക, അൽ മുഅ്മിനുല്ലദി യുഖാലിതുൻ നാസ വയുസ്ബിറു അലാ അദാഹും അഅ്ലമു ജസാഅൻ മിനൽ മുഅ്മിനില്ലദി ലാ യുഖാലിതുൻ നാസ്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു വചനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആളുകളോട് ഇടപഴകാതെ ഭൗതികമായ ലോകത്ത് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ മാറി ഒറ്റ തിരിഞ്ഞ് ജീവിക്കുന്ന സമൂഹമുണ്ട്. സമൂഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ജനങ്ങളുമായിട്ട് അവന് യാതൊരു വിധമായ ഒരു ഗുണകാംക്ഷയുമില്ല. ഒറ്റപ്പെട്ട് തൻ്റെ ജീവിതം എന്ന് കരുതി തൻ്റെ വീടും തൻ്റെ കുടുംബവും മാത്രമായിട്ട് കഴിഞ്ഞുകൂടുന്ന ചില ജനങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അഅ്ലമു അജ്റൻ മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുൻ നാസ്. ആ ജനങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായ മനുഷ്യൻ ആരാണെന്നറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലദീ യുഖാലിത്തുൻ നാസ്. പൊതുജനങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുന്നവനാണ്, സാമൂഹിക കാര്യത്തിൽ ഇടപെടുന്നവനാണ്, സമൂഹവുമായിട്ട് അടുത്ത് കഴിയുന്നവനാണ്, അവനാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ. വയുസ്ബിറു അലാ അദാഹും. ആ പൊതുജനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ബഹുജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ അവന് നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രയാസപ്പെടുത്തലുകൾ ഉണ്ടാകും. അതിനെയൊക്കെയും ക്ഷമിച്ചുകൊണ്ട് സാമൂഹിക ജീവിതം നയിക്കുന്നവനാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ എന്ന് പ്രവാചകമുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരങ്ങളെ, ഇഹലോകത്ത് നമ്മുടെ ജീവിത ബാധ്യത അത് പൂർണ്ണമായിട്ടും നിർവഹിക്കേണ്ടതുണ്ട്. ഇവിടെ അല്ലാഹു നമ്മെ ഏൽപ്പിച്ച ബാധ്യതയാണ്. സാമൂഹിക ജീവിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമൂഹവുമായിട്ട് ഇടപഴകി ജീവിക്കുക എന്നത്, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നത്, സാമൂഹിക ബാധ്യതകൾ പൂർണ്ണമായിട്ടും നിറവേറ്റുക എന്നത്, അത് നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ പരലോകമാകുന്ന ആ ജീവിത യാത്രയുടെ ശാശ്വതമായ ജീവിതം ഫലപ്രദമായിട്ട് വിജയിക്കാനുള്ള മാനദണ്ഡവും വിശ്വാസികൾ നേടുക എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. മനുഷ്യരാകട്ടെ ഇഹലോകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖ.
എന്നാൽ പരലോകമാണ് എന്നെന്നും ശേഷിക്കുന്നത്. അതാണ് ഖൈറ്. അതിനു വേണ്ടി നിങ്ങൾ കൂടുതൽ പ്രവർത്തനത്തിൽ വ്യാപൃതരാകണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. ഈ പരലോകത്താണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, നാം ഒരു ഇലക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഓട്ടത്തിലാണ്, അതിൻ്റെ പ്രവർത്തനത്തിലാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തോട് പ്രബുദ്ധത പുലർത്തുകയും രാജ്യത്തിൻ്റെ നിയമത്തോട് കൂറു പുലർത്തുകയും അതിൻ്റെ പ്രവർത്തനത്തിൽ വ്യാപൃതരാകുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന ഒരു ചിന്തയുണ്ട്. ആ ചിന്ത എന്താണ് എന്ന് ചോദിച്ചാൽ, പരലോകത്ത് നമ്മെ കാത്തിരിക്കുന്ന ഒരു വിചാരണ, ആ വിചാരണയെ വിസ്മരിക്കരുത് എന്ന് പറയുന്ന ചിന്തയാണ്. സഹോദരങ്ങളെ, അവിടെയാണ് നടക്കാൻ പോകുന്ന വലിയ തിരഞ്ഞെടുപ്പ്. ഈ ദുനിയാവിൽ നമ്മൾ അധ്വാനിച്ചത്, നമ്മൾ പ്രവർത്തിച്ചത്, നമ്മുടെ കർമ്മഫലങ്ങൾ മുഴുവനും തൂക്കപ്പെടുന്ന, മുഴുവനും എണ്ണി നോക്കുന്ന ഒരു ദിവസം നാളെ വരാനുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ആ ലോകത്ത് നിങ്ങളുടെ വായകൾക്ക് സീല് വെക്കുന്നതാണ്. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകളാണ് സംസാരിക്കുന്നത്. വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങൾക്കും കാലുകൾ സാക്ഷി പറയുന്ന ഒരു ലോകം വരാനുണ്ട്. അവിടെയാണ് സഹോദരങ്ങളെ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അവിടെ നാം ചെയ്യുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞാൽ, അവിടെ ചെയ്യുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അമലു സ്വാലിഹാത്താണ്, നമ്മുടെ സൽപ്രവർത്തനങ്ങളാണ്. ആ സൽപ്രവർത്തനങ്ങൾ ആ പരലോക ജീവിതത്തിൽ എണ്ണി നോക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുമണി തൂക്കം നിങ്ങൾ നന്മ ചെയ്തുവോ അത് അവിടെ കാണുന്നതാണ്. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, ഒരു തിന്മ, ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവിടെ കാണുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഗീശത്തിർ റാദിയ, അവിടെ നിങ്ങളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കും. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആ കർമ്മങ്ങൾ തുലാസിൽ തൂക്കി നോക്കും. അവിടെ ആരാണോ തൃപ്തികരമായ ജീവിതം നയിക്കുന്നത് അവർക്കാണ് വിജയം വരിക്കാൻ കഴിയുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, അവിടെ ആരുടെ തുലാസിലാണോ ഭാരം കുറയുന്നത് അവർക്കാണ് ഹാവിയ എന്ന് പറയുന്ന ശിക്ഷയുള്ളത്. വമാ അദ്റാക മാഹിയ, എന്താണ് ഹാവിയ എന്നറിയുമോ? നാറുൻ ഹാമിയ, അതേ ചൂടേറിയ കത്തിജ്വലിക്കുന്ന നരകമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന, നമ്മുടെ ഓരോ അമലുകളും എണ്ണി നോക്കുന്ന, എന്നിട്ട് അതിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അവിടെ വിജയിക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരിക്കണം വിശ്വാസികൾ മുന്നോട്ട് നീങ്ങേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകത്ത് രക്ഷപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും വീണ്ടും എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാളെ പരലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ പരിശ്രമങ്ങളൊക്കെയും നടത്തിയ ആളുകൾ, അവർ അമലുകൾ ധാരാളം ചെയ്തിട്ടുണ്ട്, തൗഹീദ് അനുസരിച്ച് ജീവിച്ചിട്ടുണ്ട്. ആ അമലുകൾ കൊണ്ട് നാളെ പരലോകത്ത് രക്ഷപ്പെടുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ
ഒന്നുമില്ലാത്തവനായി മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. സ്വഹാബത്തിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട സ്വഹാബത്തെ, മനിൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എൻ്റെ സമുദായത്തിലുള്ള പാപ്പരായവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, മല്ലാ ദീനാറ വലാ ദിർഹമ, ഒരു സമ്പത്തുമില്ലാത്ത ദിർഹമും ദീനാറും ഇല്ലാത്തവരാണ് പാപ്പരായവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, എൻ്റെ ഉമ്മത്തിലെ പാപ്പരായവർ എന്ന് പറഞ്ഞാൽ നാളെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തപ്പെടുമ്പോൾ അവന് അള്ളാഹുവുമായിട്ടുള്ള ബാധ്യതകൾ വിചാരണ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും പാലിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യരുമായിട്ടുള്ള ബാധ്യത വിചാരണ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ആക്രമിച്ചവർ, മറ്റുള്ളവരെ ആക്ഷേപിച്ചവർ, മറ്റുള്ളവരെ അപമാനിച്ചവർ, മറ്റുള്ളവരെ ചീത്ത പറഞ്ഞവർ, അവരെയൊക്കെയും അവരുടെ അമലുകൾ ആരെയാണോ താൻ അപമാനിച്ചത് അവരിലേക്ക് കൊടുക്കപ്പെടുകയും അവരുടെ തിന്മകൾ ഇവന്റെ തലയിലേക്ക് ചാർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് അവിടെ കാണാം. അവരാണ് പാപ്പരായവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ഇലക്ഷൻ നമുക്ക് ഓരോരുത്തർക്കും പല രാഷ്ട്രീയങ്ങളുണ്ട്. പലരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. എന്നാൽ സഹോദരങ്ങളെ, രാഷ്ട്രീയപരവും സംഘടനാപരവുമായ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് മനുഷ്യനുള്ള കാലത്തോളം നിലനിൽക്കുന്നതാണ്. അതിൻ്റെ പേരിൽ നമ്മൾ ചെയ്തു പോയ അമലുകൾ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകരുത്. നമ്മുടെ അമലുകൾ മറ്റുള്ളവരിലേക്ക് ഓഹരി ചെയ്യപ്പെടുന്ന, മറ്റുള്ളവരെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ, അവരെ പരിഹസിച്ചതിൻ്റെ പേരിൽ, അവരെ ആക്രമിച്ചതിൻ്റെ പേരിൽ നമ്മുടെ അമലുകൾ മറ്റുള്ളവരുടെ തലയിലേക്ക് വെച്ച് കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വിശ്വാസികളെ നാം സൂക്ഷിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നാളെ പരലോകത്ത് നമ്മുടെ അമലുകൾ മറ്റുള്ളവരിലേക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ ഫേസ്ബുക്കിലൂടെ, നമ്മുടെ വാട്സപ്പിലൂടെ, നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ ഒരിക്കലും ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശരിയും തെറ്റും വേർതിരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തരണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്ത ദോഷങ്ങളെ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്ന ദിവസമാണ് റഹ്മാനെ. അല്ലാഹുവേ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങളോട് കരുണയുള്ള, വിശ്വാസി സമൂഹത്തോട് കരുണയുള്ള ഒരു അധികാരി വർഗത്തെ നൽകിക്കൊണ്ട് ഞങ്ങളുടെ നാടിന് നീ സംരക്ഷണം ഏർപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ജനങ്ങളോട് അനീതി കാണിക്കുന്ന ഏകാധിപതികളെ അധികാരത്തിന്റെ സോപാനത്തിൽ നിന്ന് നീ തൂത്തെറിയണേ റഹ്മാനെ. അല്ലാഹുവേ, വിശ്വാസി സമൂഹത്തിന് നീ സംരക്ഷണം നൽകണേ റഹ്മാനെ. ഇസ്സത്തിനെ നൽകണേ റഹ്മാനെ. ഖുവ്വത്തിനെ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനിനെ മറ്റുള്ളവരുടെ കാഴ്ചവട്ടിൽ അടിയറവ് പറയുന്ന ഒരു സാഹചര്യം നീ ഉണ്ടാക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഐക്യവും ഞങ്ങളുടെ ഈമാനും ഞങ്ങളുടെ ആദർശവും കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസി സമൂഹമായി ഞങ്ങളെ ഇസ്സത്തോടുകൂടി നിലനിർത്തണേ റഹ്മാനെ. ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനം ഞങ്ങളിൽ നിന്നും നീ ഉണ്ടാക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ യഥാർത്ഥ മുവഹ്ഹിദീങ്ങളാക്കണേ റഹ്മാനെ, മുത്തഖീങ്ങളാക്കണേ റഹ്മാനെ. നാടിന്റെ നാനാഭാഗത്തും പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്നവർ, പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുന്നവർ, പീഡനങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും നീ മോചനം നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والحمد لله رب العالمين.